വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഹായ്, ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെണ്ടയ്ക്ക തോരനാണ്. അപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഞാൻ വെണ്ടയ്ക്ക തീയൽ, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കാം. എപ്പോഴും വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപ്പിട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കണം. ഇപ്പം ഞാൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡും നിന്ന് കട്ട് ചെയ്തെടുക്കാം. അത് 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ നടുക്കൂടെ കീറിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നടുക്കൂടെ കീറിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കേടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകും. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 4ആയിട്ട്. വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന 6 ചെറിയ ഉള്ളിയാണ്. ഇതും വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി ഞാൻ ഇവിടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എടുത്തേക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടുക. പിന്നെ എടുത്തേക്കുന്നത് 2 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പ്. ഇനി ഒരു പാൻ വെക്കുക, ഒരു കടായി വെക്കുക. കടായി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഇനി നല്ലോണം ഒന്ന് വഴറ്റുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നല്ലോണം വഴറ്റുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെണ്ടയ്ക്ക നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കാണ് ഇവിടെ വെണ്ടയ്ക്ക നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഉപ്പ് ഉണ്ടോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക. നമ്മുടെ വെണ്ടയ്ക്കത്തോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.